ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ കോഴിക്കോടുള്ള ജല മ്യൂസിയത്തെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ജലമേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഗവേഷണ സ്ഥാപനമാണ് നമ്മുടെ കോഴിക്കോട് കുന്നമംഗലത്ത് പ്രവർത്തിക്കുന്ന CWRDM. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും, നമ്മുടെ ഈ CWRDMുമായി ബന്ധപ്പെട്ടാണ് ജല പൈതൃക മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്, വാട്ടർ ഹെറിറ്റേജ് മ്യൂസിയം. ഇപ്പോൾ ഇത് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയം പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട്. നമ്മുടെ കോഴിക്കോട്, അതും കുന്നമംഗലത്ത് ഇങ്ങനെ ഒരു മ്യൂസിയം ഉള്ളപ്പോൾ അത് ആരിനും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളും പറ്റുമെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ജലവിനിയോഗവും അതേപോലെ ജലം ശേഖരിച്ച് നിർത്തുന്ന മാർഗങ്ങളും എല്ലാം ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ സമ്പന്നമായ ജലപാരമ്പര്യം നമ്മുടെ ഈ ന്യൂ ജനറേഷന് മനസ്സിലാക്കുന്ന ജലവിനിയോഗ മാതൃകകളും അതേപോലെ ഔഷധ സസ്യ ഉദ്യാനം, നക്ഷത്ര ഉദ്യാനം തുടങ്ങിയൊക്കെ ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പുഴയുടെ തീരത്തിരുന്ന് നമ്മൾ ചകിരി പിരിച്ച് കയറുണ്ടാക്കുന്ന ആ രീതിയൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ആര്യക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കനോലി കനാലിൻ്റെ മാതൃകയൊക്കെ നോക്കി നിൽക്കുകയാണ് അവൻ. പിന്നെ കക്കവാരൽ, അതേപോലെ കുട്ടനാടിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. നീളാനദിയുടെ പാരമ്പര്യവും അതേപോലെ നീളാനദിയുടെ തീരത്തുള്ള പ്രമുഖ സ്ഥലങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. ജലവും മതങ്ങളും എന്ന ബോർഡോട് കൂടിയിട്ട് അവിടെ വെച്ചിരിക്കുന്നതാണ് ഈ 3 മോഡൽസ് കേട്ടോ. അത് ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും അവർ ജലം ഉപയോഗിക്കുന്ന ആ ഒരു രീതികളും ആ ആരാധനാലയങ്ങളിൽ ജലം ഉപയോഗിക്കേണ്ട ആവശ്യകതയും ഒക്കെ അവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇടുക്കിയിലെ ഡാമുകളിലെ ചെറുതോണി ഡാം, ആർച്ച് ഡാം ഒക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന അംബ്രല്ലാസ്, അതേപോലെ ഓലക്കുടകൾ, കെട്ടുവെള്ളം, ഹൗസ് ബോട്ട്, ഇതൊക്കെ അവിടെ ഭംഗിയായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളും പറ്റുമെങ്കിൽ കുട്ടികളെയൊക്കെ കൂട്ടിപ്പോയി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.